ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ഇവിടെ വന്ന പൂജ്യ സ്വാമിജിയും മറ്റുള്ളവരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു കാര്യം മാത്രം പറയുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ഭാഗത്ത് ദേവന്മാർ തമ്മിൽ സംസാരിക്കുന്നു. ഈ മനുഷ്യർ എത്ര ഭാഗ്യവാന്മാരാണ്, ഭാരതത്തിൽ ജനിച്ച മനുഷ്യർ എത്ര ഭാഗ്യവാന്മാരാണ്. കാരണം അനേക ജന്മങ്ങൾ എടുത്ത ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക. അതിൽ സനാതനധർമ്മത്തിൻ്റെ ഭൂമിയായ ഈ ഭാരതത്തിൽ ജനിക്കാൻ സാധിച്ചത് എത്രയോ ഭാഗ്യമാണ്. ആ ഭാഗ്യം ദേവന്മാരായ നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പരിതപിക്കുന്നതായിട്ട് ശ്രീമദ് ഭാഗവതത്തിലൊരു ഭാഗമുണ്ട്. അത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. നമ്മുടെ മഹത്വം, നമ്മുടെ സനാതനധർമ്മം ഒരിക്കലും നശിക്കുകയില്ല, ഒരിക്കലും നശിപ്പിക്കാൻ ആരെക്കൊണ്ടാൻ സാധിക്കില്ല. കാരണം ഇത് ഈശ്വരൻ നിശ്ചയിച്ച് ഈശ്വരൻ നിർമ്മിച്ച ഈശ്വരധർമ്മമാണ് ഈ സനാതനധർമ്മം. അതിന് തെളിവാണ് ഇന്ന് ഭാരതത്തിൽ ഒരുപക്ഷെ കുറേ ആളുകളെ മതം മാറ്റി എനിക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് അനേകം മറ്റ് മതക്കാർ ഈ സനാതനധർമ്മത്തിലേക്ക് ആകർഷകരായി വരുന്നുണ്ട്. അവർക്ക് ഈ ധർമ്മം കൊണ്ട് വളരെ ആകർഷിച്ചുകൊണ്ട് അവർ ഈ ധർമ്മത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതോട് എനിക്ക് പ്രത്യക്ഷത്തിൽ തെളിവുണ്ട്. കഴിഞ്ഞ ദിവസവും ഇറ്റലിയിൽ നിന്ന് 2 പേരെൻ്റെ ആശ്രമത്തിൽ വന്ന് താമസിക്കുകയുണ്ടായി. അവർ ക്രിസ്ത്യാനികളായിരുന്നു. റോമാ ചക്രവർത്തിയുടെ വത്തിക്കാനിലെ ആസ്ഥാനമായ ഇറ്റലിയിൽ നിന്ന് വന്നവരാണ്. അവർ പറയുന്നത് നിങ്ങൾ സനാതനധർമ്മത്തിൽ ആകർഷകരായി വന്നവരാണെന്ന്. അപ്പോൾ ഉറപ്പിച്ച് പറയാം, ഒരു 10-20 വർഷത്തിനകം ഭാരതമായിരിക്കും ഈ ലോകത്തിൻ്റെ ആത്മീയ പുരോഗതിയുടെ മുൻപിൽ നിൽക്കുക, ഈ ലോകത്തെ നയിക്കുക എന്നുള്ള വിശ്വാസമുണ്ട്. അതിലേക്കുള്ള പ്രയത്നമായിട്ട് ഈ ഹിന്ദു മഹാസമ്മേളനവും മാറട്ടെ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിലെ ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം.